ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ സർവ്വസജ്ജരായിരുന്നു. വെറും 1 മണിക്കൂർ മുമ്പാണ് ഞങ്ങൾ പിന്മാറിയത്. ആ പിന്മാറിയത് പലരും നിർബന്ധിച്ചതുകൊണ്ടാണ്. പക്ഷേ അതൊരു ശാശ്വതമായ പിന്മാറ്റമല്ല. ഞങ്ങൾ വീണ്ടും കടന്നാക്രമിക്കും. കാത്തിരുന്ന് കാണാൻ ഇറാനെ വെല്ലുവിളിച്ച് ഡൊണാൾഡ് ട്രംപ്. വളരെ കൃത്യമായ മറുപടിയുമായി അബ്ബാസ് അരാക്ചി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, ഓടി വന്നാൽ വീണ്ടും തുടങ്ങിയാൽ നല്ലൊരു സർപ്രൈസ് തരാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്, ഞങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു വിടുവായൻ്റെ വിടുവായ തരത്തിൽ വീണ്ടും പശ്ചിമേഷ്യയിൽ ഗോഗ്വ വിളികൾ മുഴങ്ങുന്നു എന്നതാണ് സത്യം. അടിക്കാൻ ഉറപ്പില്ല ഒരവയവത്തിനും. എന്നാലും വാവിളർന്ന് വാചകമടിച്ച് വിജയിക്കാൻ നോക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. അതിനാണ് ഇറാൻ മറുപടി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അക്രമത്തിനു വേണ്ടി തങ്ങൾ തയ്യാറായതാണെന്നും എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പറഞ്ഞതുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറിയതെന്നും സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഖത്തറിൻ്റെ ഭരണാധികാരി പറഞ്ഞത്, ഒരു കരാറിലേക്കെത്താൻ, ഒരു ഡീലിലേക്കെത്താൻ കുറച്ച് സമയം വേണ്ടിവരും. ആ പ്രക്രിയയിലാണ്, വളരെ വേഗത്തിലെത്താൻ കഴിയും. ഇനിയൊരു യുദ്ധം മിഡിൽ ഈസ്റ്റിന് താങ്ങാനാവില്ലെന്നാണ് പറഞ്ഞത്. അത് മിഡിൽ ഈസ്റ്റിന് മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായൊരു സൂചന നൽകി. വരാനിരിക്കുന്നു ഇന്ത്യയിൽ ഒരു സാമ്പത്തിക തകർച്ചയുടെ കൊടുങ്കാറ്റ്. ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപാട് വേദനിക്കുന്നൊരു കാലം. അതെല്ലാം പറഞ്ഞത് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാന്ദ്യത്തെക്കുറിച്ചാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് യാതൊരു ആലോചനയുമില്ലാത്ത വെറും വിടുവായൻ ട്രംപിൻ്റെ വിടുവായത്തരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എല്ലാം സജ്ജമായിരുന്നു, 1 മണിക്കൂറിനകം ഞങ്ങൾ ഇറാനെ ആക്രമിച്ചേനെ. അപ്പോഴാണ് ഞങ്ങളോട് അഭ്യർത്ഥിച്ചത് ഈ രാജ്യങ്ങൾ, ഇല്ലെങ്കിൽ ഞങ്ങൾ തവിടുപൊടിയാക്കിയേനെ. ഇതാണ് ട്രംപിൻ്റെ വാചകം. തവിടുപൊടി എന്നല്ല, സ്വയം പൊടിയാൻ വിധിക്കപ്പെട്ടവനാണ് ട്രംപെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇറാൻ ബോധ്യപ്പെടുത്തിയതാണ്. എന്നിട്ടും വാചകമടിക്ക് യാതൊരു മാറ്റവുമില്ല. അതേ നാണയത്തിൽ മറുപടി നൽകി ഇറാനും. ഇറാൻ പറഞ്ഞത്, ഓടി വന്നാൽ സർപ്രൈസ് തരാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇതുവരെ ഒന്നും തന്നിട്ടില്ലാത്ത മികച്ച സർപ്രൈസ് ഞങ്ങൾ തരും. ഞങ്ങൾ തയ്യാറാണ്. അത് കണ്ടുകൊള്ളണം. അവർ തീർച്ചയായും മിഡിൽ ഈസ്റ്റിലെയും ആക്രമിക്കും, അതോടൊപ്പം ഇസ്രയേലിനെയും ആക്രമിക്കും. രണ്ടായാലും നാശം ലോകത്തിനാണ്. ഏതായാലും ഒരു നാശം പിടിച്ചവനെ കൊണ്ട് ലോകം മുഴുവൻ നാശത്തിലേക്ക് പോകുന്ന കാഴ്ച, അത് അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ പ്രയാസം, അതാണ് ഏറ്റവും വലുത്. അവസാനിക്കട്ടെ, വേഗം സമാധാനത്തിലെത്തട്ടെ, യവന് നല്ല ബുദ്ധി തോന്നിക്കട്ടെ.